ഈ നൂറുൽ മുനീറിൽ പൂർണ്ണാനന്ദ എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ അഗർത്ത എന്ന് പറഞ്ഞ സാധനം ഞാൻ എഴുതിയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, ഇതിന്റെ കഥ എന്താണെന്ന് അറിയില്ലല്ലോ. എങ്ങനെ അഗർത്ത കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുത്തില്ല? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ അതിന് വാലും തലയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിന് ഒരു കണ്ടിന്യൂറ്റി കൊടുത്തു ഇവർക്ക്. അങ്ങനെ അപ്പൊ ഏതായാലും ഇത് വായിച്ച ആൾക്കാർക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് അതിനെ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്തെടുത്തിട്ടുള്ളത്. സാറിന്റെ ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോ കമ്മക്കായ ആയാലും നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ ആയാലും കുറച്ച് മരണം ബേസ്ഡ്, മരണത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ, മരണത്തോട് കൂടുതൽ ഒരു പ്രതിബദ്ധത ഉള്ളതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ആ ഒരു ലാഭ് മുക്തി ഭവനില്ലേ അതിലെ ഒരു, അതായത് നമുക്ക് ഈ ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഗീതയിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ റിലീജിയൻ ആണെങ്കിലും നമുക്ക് കുറെ ഇപ്പൊ സന്താന ലബ്ധിക്ക് ഇന്നത് ചെല്ലിയാ മതി എന്നൊക്കെ പറയുന്നു. പക്ഷെ ആ ചെല്ലി എല്ലാവർക്കും സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. മഴക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, പക്ഷെ മഴ പെയ്യണം എന്നില്ല. പക്ഷെ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സാധനം മരണമാണ്. അതെന്തായാലും നമുക്ക് കിട്ടിയിരിക്കും. അതല്ലാത്ത ബാക്കി എല്ലാത്തിനും ഗ്യാരണ്ടി കുറവാണ്. കിട്ടാതിരിക്കാം. പക്ഷെ ഈ ഒരു സാധനം നമ്മള് ഖുർആനിൽ പറയുന്നുണ്ട്, ഓരോ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാ മതത്തിലും വരും. അപ്പൊ ആ അൾട്ടിമേറ്റ് ട്രൂത്ത് അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആ അൾട്ടിമേറ്റ് ട്രൂത്ത് അത് എപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വിചാരിക്കും, ഓരോ ദിവസം നമ്മൾ സർവൈവ് ചെയ്യുന്നതും ഒരു ബോണസാണ്. ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അക്കരെ എത്തുന്ന ഒരു ബോണസാണ്. നമ്മൾ എത്ര നന്നായിട്ട് ശ്രദ്ധിച്ച് നടന്നിട്ടും കാര്യമില്ല, ഒരു ബ്രേക്ക് പൊട്ടിയിട്ട് ഒരു വണ്ടി നേരെ വന്ന് തീർന്നു, തൊട്ടടുത്ത നിമിഷം നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ആ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മരണത്തെ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ക്ലോസ്ലി നിരീക്ഷണ പാഠം തന്നെയാണ് സാറിന് വ്യത്യസ്തമാക്കുന്നത്. കാരണം മറ്റൊരാള് കടന്നു ചെല്ലാൻ ഒരു പക്ഷെ ഭയപ്പെടുന്ന മേഖലയിലോട്ട് സാറ് കടന്നു ചെല്ലാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് വേറൊരു. പക്ഷെ അങ്ങനെ ഒരാള് ധൈര്യം കാണിക്കണല്ലോ. പക്ഷെ എനിക്കൊരു ഭയങ്കര സങ്കടമാണ് തോന്നിയിട്ടുള്ളത്, അവരോട് ദേഷ്യമല്ല തോന്നിയിട്ടില്ല. എങ്ങനെയാണ് ഇവർക്ക് എല്ലാത്തിനെയും ഈ മതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇനിയാന്ന് ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമില് ബംഗ്ലാദേശിന്റെ ഒരു വീഡിയോ ഇട്ടു. ബംഗ്ലാദേശിലെ ട്രെയിനിന്റെ പുറത്തൊക്കെ ആൾക്കാർ സഞ്ചരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും എന്റെ അപ്പൊ ഇത് എങ്ങനെ ട്രെയിൻ അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. പക്ഷെ നേരെ ഓപ്പോസിറ്റാ വന്നത്. ബംഗ്ലാദേശ് അവിടെ ഈ ഭരണം നടത്തുന്നത് ആരാണ്, അവരുടെ മതം ഏതാണ്, അവര് ഇത്രയും കൂടുതൽ സന്താനോൽപാദനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, ഞാൻ വിചാരിക്കും ഇവര് നമ്മൾ ഇടുന്നത് എന്ത്, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാറിന്റെ വീഡിയോസ്, ഇന്റർവ്യൂ വീഡിയോസിലായിക്കോട്ടെ ഇനി അല്ലെങ്കിൽ റീൽസ് വീഡിയോസിലായിക്കോട്ടെ, പൊതുവെ ആ ഒരു കോമന്റ് സെക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ സാർ ഒരു സംഘപരിവാർ അനുഭാവി എന്ന രീതിയിലാണ് ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം പറ്റും. യഥാർത്ഥത്തിൽ സാറിന്റെ ഐഡിയോളജി എന്താണ് അറിയാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. അന്ന് ഈ സംഘപരിവാർ എന്താണെന്നോ അതിന്റെ ഫുൾ ഫോം എന്താണോ, ഞാൻ സംഗീതം കേട്ടിട്ട് സംഘപരിവാർ എന്നുള്ളത് വരെ ഇപ്പോ വളരെ അപൂർവമായിട്ട് കേൾക്കുക. സംഗീതാണല്ലോ എഴുതുന്നത്, സംഗീത് സുഡാപ്പി ഇതൊക്കെ എന്താന്ന് സത്യം എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പാർട്ടിയോ എനിക്ക് പൊളിറ്റിക്സ് കേൾക്കുമ്പോൾ തന്നെ തലവേദന. അപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഞാൻ എന്തർത്ഥത്തിലായിരിക്കും ഞാനിങ്ങനെ ഒരു ഇതിനെ അതായത് ഒരു മതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ അതെ ഞാൻ അതിന്റെ അനുഭാവിയായി മാറുന്നത്. പക്ഷെ കേട്ടെടുത്തോളം എന്താ പറയാ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ബീഫ് കഴിച്ചതിന്റെ പേരിൽ ആളുകളെ, എസ്പെഷ്യലി എന്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെ അടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നാ പറഞ്ഞ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ആരോട് സപ്പോർട്ട് ചെയ്യുക ഒപ്പോസ് ചെയ്യാന്നുള്ളതല്ല. ഞാൻ കണ്ട കാര്യങ്ങള് ഞാൻ അതുപോലെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഇതുവഴി നിങ്ങൾ ഈ കൂട്ടരെ വെറുക്കണം അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണം, ഒന്നുമില്ല. നമ്മൾ കാണുന്നത് പറയുന്നു, പച്ചയായ രീതിയിൽ. ഇതിപ്പോ ഞാനിത് പറഞ്ഞു, നീ എന്തിനാ ഇത് കാണിക്കുന്നു? ഞാൻ കാണിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കാണിക്കും, ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയും, അത്രേ ഉള്ളൂ. മറ്റൊരിടത്ത് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലൊന്നും ആരും കണക്കിലെടുക്കാൻ ശ്രമിക്കുന്നില്ല. അതായത് ഈ പഞ്ചായത്തിന്റെ പുറത്തു പോലും പോവാത്ത ആൾക്കാരാണെന്ന് പറയുന്നത് ഇതൊക്കെ വെറുതെ ഉടായ്പ, ഇങ്ങനൊന്നും സംഭവിക്കുന്നേ ഇല്ലാന്ന് ഇത് വിഷ്വല് കണ്ടിട്ടാ പറയുന്നത്. അപ്പൊ ഇന്ന് AI ജനറേറ്റ് ചെയ്യുക, ഞാൻ സെറ്റിട്ട് ചെയ്ത സാധനങ്ങളാണെന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷെ ദിസ് ഓൾ ഹാപ്പൻസ്. നിങ്ങൾ പലപ്പോഴും ഒക്കെ വീടിന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങുക, അപ്പോൾ കാണാം ലോകം നമ്മൾ വിചാരിച്ച ആ ഒരു ചെറിയ ചതുരപ്പെട്ടിക്കുള്ളിലുള്ളതല്ല, വളരെ ഡൈവേഴ്സ് ആണ്. ഇതൊക്കെ അനുഭവവേദ്യമാക്കി തരുന്നു. അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ട ആ ഒരു സാഹചര്യത്തിലാണ്. നന്ദി ഒന്നും പറയണ്ടില്ല, ചെറിയ പറയാതിരുന്നാ മതി.
അതേപോലെ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, സർ ഇപ്പോ നേരത്തെ മെക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പറഞ്ഞല്ലോ. ഇപ്പോ 1979 മെക്കയ്ക്ക് നേരെ ഉണ്ടായ തീവ്രമത നിലപാടുകൾ ഉണ്ടല്ലോ. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് അതും നമ്മുടെ അയോധ്യ വിഷയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? മക്കയിൽ സംഭവിച്ചതെന്ന് വെച്ചാല് അത് ജുഹൈമൻ അൽ ഉത്തൈബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അയാൾ ആക്ച്വലി ഒരു മുസ്ലിം തന്നെയാണ്. അയാൾ തീവ്ര മതവാദിയായിരുന്നു. കാരണം സൗദി അറേബ്യ ആണല്ലോ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് സുപ്രീം അറബ് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ മക്ക ഉൾപ്പെടുന്നത് സൗദി അറേബ്യയിലാണ്. ആ സമയത്ത് സൗദി മോഡേണൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നയങ്ങളൊക്കെ ശരീഅത്ത് നിയമങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ലിബറലാക്കി അവര് പിന്നെ ക്രിസ്ത്യൻ കൺട്രീസിനോട് ചേർന്നിട്ട് പിന്നെ ഇസ്ലാമിന്റെ ആ പ്യോറിറ്റി നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു എക്സ്ട്രീമിസ്റ്റ് സംഘടനയാണ് അവര്. ഈ ഉത്തൈബി ഒരു ഗോത്രാണെന്നോ എനിക്ക് തോന്നുന്നത്. അപ്പൊ അവര് ചേർന്നിട്ടാണ് ഒരു മക്ക വിശുദ്ധ ഗേഹത്തിലേക്ക് അവര് ഇൻട്രൂഡ് ചെയ്യുകയും ആ മക്കയിലെ പ്രധാനപ്പെട്ട ഇമാം അടക്കമുള്ള ആളുകളെ അവിടെ തടഞ്ഞു നിർത്തുകയും വെടിവെക്കുകയും കുറെ ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാല് എന്താ പറയുക, എക്സ്ട്രീമിസ്റ്റുകൾ തന്നെ, ഒരു മതത്തിനുള്ളിൽ തന്നെയുള്ള എക്സ്ട്രീമിസ്റ്റുകൾ അവിടെ കീഴ്പ്പെടുത്തുകയും എന്നിട്ട് അവർ പറയുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാളെങ്ങനെ എഴുന്നേറ്റിപ്പിച്ച് നിർത്തിയിട്ട് പറയും ഇയാളാണ് വാഗ്ദത്ത മഹദി ഇമാം. അതായത് പിന്നെ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ഒരു അന്ത്യക്രിസ്തു വരാനുണ്ട്, ഇവിടെ ആണെങ്കിൽ ഹിന്ദുയിസത്തിൽ കൽക്കി എന്നുള്ള അവതാരം. അതുപോലെ തന്നെ ഇസ്ലാമിൽ പറയുന്ന ലാസ്റ്റ് അടയാളം, ലോകാവസാനത്തിന്റെ അടയാളമാണ് ഈ ഇമാം മഹദി. അദ്ദേഹം വരുന്നതോടുകൂടി ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും. കൽക്കി വരുന്നതോടുകൂടി സംഭവിക്കുന്നില്ലേ അതേ സാധനം. എല്ലാ മതത്തിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ ഇതിൽ പാറ്റേണിൽ തന്നെ പറയുന്നത്. അപ്പോ ഇതാണ് മഹദീമ, ഇദ്ദേഹത്തിന് എല്ലാവരും ബൈഅത്ത് ചെയ്ത് ഇയാളെ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ സൗദി ഗവൺമെന്റ് പാകിസ്ഥാന്റെയും അതുപോലെ റഷ്യയുടെ ഒക്കെ സഹായത്തോടു കൂടി മിലിറ്റൻസിനെ കൊണ്ടുവന്നിട്ട് കമാൻഡോസിനെ കൊണ്ടുവന്നിട്ടാണ് ഭയങ്കര രീതിയിലുള്ള, ഐ തിങ്ക് ഒരു 20 ഡേയ്സോളം ആ ഒരു വാർ അതിന്റെ ഉള്ളിലുള്ള അത് നടന്നിട്ട് ഫൈനലി അവരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട്. പിടികൂടി. പക്ഷെ സൗദിയാണ് രാജ്യം, ശരീഅത്താണ് നിയമം എന്ന് പറഞ്ഞ പോലെ ആഫ്റ്റർ ഐ തിങ്ക് 40 or 50 ഡേയ്സ് അവരുടെ എത്രയോ ആൾക്കാരുടെ തല പബ്ലിക്കായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതാണ് മക്കയെ കുറിച്ച് പറഞ്ഞ സമയത്ത്. പിന്നെ അയോധ്യ എന്ന് പറയുന്ന സമയത്തും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തായാലും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ അജ്മീറിലേക്ക് പോവുകയാണെങ്കിൽ അജ്മീറിലും ഇപ്പൊ ഇതേ സംഭവം തന്നെയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അജ്മീർ ദർഗ ആക്ച്വലി ഒരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിനെ പൊളിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട്. അപ്പോ എന്ന് വെച്ചാൽ രണ്ടും വിശ്വാസങ്ങൾ തന്നെയാണ്, രണ്ടുപേരുടെ വിശ്വാസങ്ങളാണ്. ആരാര് മുകളിലാണ് ആരാരുടെ അടിയിലാണെന്നുള്ള രീതിയിലാണ് ഈ കോൺഫ്ലിക്റ്റ് മുമ്പോട്ട് പോകുന്നത്. ഒരു മതത്തിന്റെ ഉള്ളിലാവുന്ന സമയത്ത് ഇത്ര പ്രശ്നമല്ല, വിശ്വാസ പ്രമാണങ്ങൾ തെറ്റുമ്പോഴാണ് ആൾക്കാർ. അതെ. അപ്പോ ഈ മക്കയിൽ സംഭവിച്ചത് ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ തമ്മിലാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ രണ്ട് മതങ്ങൾ തമ്മിലുള്ളതാണ്. അപ്പൊ അതിന്റെ തീവ്രത കൂടും. ഇതിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല ഇത് ആരാണ് റൈറ്റ് ആരാണ് റോങ് എന്നുള്ളത്. നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ പൊങ്കാലിടുന്നല്ലാതെ നമുക്കതില് നോസേ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതെ, മൗനം പാലിക്കുക. ചില ഘട്ടങ്ങളിൽ മൗനം. അപ്പൊ മൗനം പാലിച്ചാലും തെറിയേക്കും, പറഞ്ഞാലും തെറ്റാണ്, പറഞ്ഞില്ലെങ്കിൽ. കാരണം ഒരു വിഭാഗം ആൾക്കാർ ഇത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മറ്റൊരു വിഭാഗമാണല്ലോ ഇതിനെ എതിർക്കുന്നത്. അതെ അതെ. അപ്പോ ഇത്രയും ഇതിലൊക്കെ നമ്മൾ അതുകൊണ്ട് ചിലപ്പോ നമ്മൾ മൗനം പാലിക്കുമ്പോ നമ്മുടെ കൂടെ ചേർന്ന ആൾക്കാർ ചിലപ്പോ നമുക്ക് എതിരായിട്ട് വരാം. അതെ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് വലിയ നോളജ് ഇല്ല സംഭവം. അപ്പൊ ഞാൻ ആ വിഷയത്തിന് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ ഭൂഷണമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദ്വാന് ഭൂഷണം. അതെ. പിന്നെയുള്ളത് ലഡാക്കിലെ ദ്രാസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ്. അതിന് അത് പിന്നെ ഞാനിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്രാസിൽ പോയി. അപ്പൊ ഈ ദ്രാസ് എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ തന്നെ
ഏറ്റവും കൊടിയ തണുപ്പുള്ള രണ്ടാമത്തെ സ്ഥലമാണ് ഓൺ എർത്ത്. ഒന്ന് സൈബീരിയ ആണ്. സൈബീരിയ റഷ്യയിലുള്ള സൈബീരിയ ആണ്. രണ്ടാമത്തത് ഇന്ത്യയിലാണ്. അത് ദ്രാസ് എന്ന വില്ലേജാ. നമ്മുടെ കാർഗിലൊക്കെ അല്ലേ, കാർഗിലൊക്കെ അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് ഈ ദ്രാസ്. ദ്രാസും ആക്ച്വലി എന്റെ ഒരു നോവലിന്റെ ഒരു പശ്ചാത്തലമായിട്ടുണ്ട്. അഗർത്തയിൽ വരുന്നൊരു ഏരിയ. കാരണം അഗർത്ത പ്യോർലി ഫോക്കസ് ചെയ്യുന്നത് ഹിമാലയൻ റേഞ്ചസിനെ കുറിച്ചാണ്. അപ്പൊ ഹിമാലയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോ ഈ ദ്രാസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് വെച്ചാല്, ഞാൻ എൻ്റെ ഒരു ബാർബർ ഷോപ്പിൽ പോകും നാട്ടില്, പിന്നെ മുടിയും താടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പയ്യനുണ്ട്, ഉത്തരാഖണ്ഡിലുള്ള സമീർ മുന്ന എന്നാണ് അവന്റെ പേര്. അപ്പൊ അവന് ഇങ്ങനെ ഓരോ ദിവസം എന്റെ ഇന്റർവ്യൂ, ഹിന്ദിക്കാരനാണ്, പക്ഷെ അവന് എന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കാണുകയും എന്റെ പുസ്തകം ഞാൻ ആ ബാർബർ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വരുന്ന സമയത്ത് അവനിങ്ങനെ കൊടുക്കും എല്ലാവർക്കും, ഇത് സാറ് എഴുതിയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞ്, എന്റെ പുതിയ കഥയിൽ ഞാൻ നിന്നെ കുറിച്ച് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ദ്രാസിലുള്ള പശ്ചാത്തലത്തിൽ ഈ സമീർ മുന്നേ ഞാൻ അവിടെ ഒരു കഥാപാത്രമാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അവനൊരു ലവ് ട്രാക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട്, ഏറ്റവും കോമഡി എന്താ അറിയോ, അവനെന്നെ ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയും, ഞാൻ നിന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ എന്താ എഴുതിയത്? ഞാൻ പറഞ്ഞു, നിനക്കൊരു കാമുകിയുണ്ട്, അവളുടെ പേര് സഗുഫ്ത എന്നാണ്. അപ്പൊ ഇവൻ ആകെ ഷോക്കായിട്ട് കുറച്ച് എന്താ ഇതാരാ പറഞ്ഞു തന്നെന്ന് വെച്ച്. ആരാ എന്ത് പറഞ്ഞു? അല്ല, സഗുഫ്തയെ കുറിച്ച് ആരാ? ഞാൻ പറഞ്ഞു, എനിക്ക് നമ്മൾക്ക് രണ്ടും അറിയാന്നല്ല, നിന്നെ കുറിച്ച് വേറെ ആർക്കും അറിയില്ല ഈ നാട്ടില്. അപ്പൊ ആര് എനിക്ക് പറഞ്ഞു തരാനാ? അപ്പൊ അവരുടെ സത്യത്തിൽ എന്റെ ഒരു ലവർ ഉണ്ടായിരുന്നു, സഗുഫ്ത എന്നാണ് അവളുടെ പേര്. സാർ ഇതെങ്ങനെ മനസ്സിലായത്? അവന് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോ അതൊരു ഓർമ്മയാണ്. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കി? എനിക്കറിയാം, ഞാൻ കുറച്ച് ഉറുദു ടച്ചുള്ള പേര് കിട്ടണം എനിക്ക്. അപ്പോ എന്റെ നാട്ടില് പണ്ട് എന്റെ റാഫി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ ഷോപ്പില് ഒരു ഹിന്ദിക്കാരി പെണ്ണ് നിന്നിട്ടുണ്ട്. അവളുടെ പേര് സഗുഫ്ത എന്നാണ്. അപ്പൊ ആ പേര് സ്ട്രൈക്കിംഗ് ആയതുകൊണ്ട് എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവൾക്ക് ഈ പേര് കൊടുത്തു. അല്ലാതെ എനിക്ക് ഈ പയ്യന്റെ ഇതൊന്നും എനിക്കറിയില്ല. ആള് വണ്ടറടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, അല്ലാതെ ഏതോ കിടക്കുന്ന ഇവനെ ഞാൻ കഥാപാത്രമാക്കാനും അവന്റെ ഏതോ ഒരു പേര് കറക്റ്റ് ആയിട്ട് വരാനും നിമിത്തങ്ങളായിട്ടാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ഇതുപോലെ കണക്റ്റഡ് ആവുമ്പോൾ നമ്മൾ നിമിത്തങ്ങളിൽ വിശ്വസിച്ചു. അതെ, എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ചിലതൊക്കെ നമ്മളെ എന്തോ ചരടിൽ കോർത്തിട്ട പോലെ ചില ആളുകളെ കാണുന്ന സമയത്ത് ചിലപ്പോ തോന്നി, എനിക്ക് ആളെ ഞാൻ എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഈ ഒരു ഡയലോഗ് നമ്മൾ ആരോടെങ്കിലും പറയുമ്പോ ഞാൻ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ എത്തുമ്പോഴേ, ഇവിടെ ഞാൻ പണ്ടെന്നോ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈമാ പോകുന്നത്, പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ ഞാൻ പണ്ടെന്നോ വന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ചില സമയം നമ്മുടെ സ്വപ്നങ്ങളിൽ വരാം. അതെ, അപ്പൊ അതായിരുന്നു ആ ഒരു കഥ. പിന്നെയുള്ളത്, സാർ ഒരു അധ്യാപകനാണല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ആസ് എ ടീച്ചർ ആ ഒരു രീതിയിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ, അറിവുകൾ, ഇത് സാറിന്റെ കുട്ടികൾക്ക് ഏത് രീതിയിൽ പ്രയോജനപ്രദമായിട്ടുണ്ട്? അതായത് ഒരു യാത്ര ചെയ്യുന്ന ഒരു അധ്യാപകനും യാത്ര ചെയ്യാത്ത അധ്യാപകനും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഈ യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്കാഡമിക്കലി യാത്ര ചെയ്യാറുണ്ട്. പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് ടോക്ക് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോളേജസിലും എനിക്ക് പോകണം എന്ന് വലിയ ആഗ്രഹം. അപ്പൊ അതിങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-14 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ആ ഇന്ററാക്ട് ചെയ്തിട്ട് അപ്പോൾ അവരുടെ ലെവൽ ഓഫ് ലേണിംഗ്, ടീച്ചിങ് മെത്തേഡ്സ്, അവരുടെ ഡിസിപ്ലിൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ട് ഞാനത് ഇവിടെ വന്ന് കുട്ടികളോട് പറയാറുണ്ട്. ഞാൻ ബീഹാറിൽ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു, പിന്നെ അതുപോലെ മണിപ്പൂരിൽ പോയപ്പോൾ ഇങ്ങനെയാ കണ്ടത് എന്നുള്ളതൊക്കെ ഇവരോട് പറയുമ്പോൾ അവർക്ക് ഒരു അത്ഭുതം. അപ്പോൾ അവരുടെ നല്ലതും ചീത്തതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അവിടുത്തെ കുട്ടികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും കേരളത്തിലെ സിസ്റ്റം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ടോക്കാണത്. അപ്പൊ ഞാൻ അവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും, ഇവിടുത്തെ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് പോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ഈ വെക്കേഷനിൽ വീണ്ടും ഞാൻ എന്റെ അടുത്ത സ്റ്റേറ്റുകൾ കവർ ചെയ്യാൻ പോകുന്നുണ്ട്. സാധാരണ ഒരു ലെക്ചറിംഗ് മെത്തേഡിൽ നിന്നും മാറ്റി നിർത്തി ഇത് തന്നെയാണല്ലോ ലൈഫ് കാണിച്ചു കൊടുക്കുക കുട്ടി. കാരണം നമ്മളിപ്പോ ഈ റാങ്ക് വാങ്ങിയിട്ടും അതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ലൈഫാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ നമുക്ക് വായിച്ച ഇപ്പൊ AI ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ടീച്ചറിന്റെ ഒരു ആവശ്യം പോലും ഇല്ല, എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് കീവേഡ്സ് കൊടുത്താൽ നമുക്ക് എത്ര നല്ല എസ്സേസ് വേണമെങ്കിൽ നമുക്ക് കിട്ടും, റെഫറൻസസ്
ക്ലാസ്സസും വീഡിയോസ് എല്ലാം കിട്ടും. കാരണം ഇതിന് ടീച്ചേഴ്സിന് ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ടീച്ചറായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കുട്ടിക്ക് നമുക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന എന്തുണ്ട് നോക്കി, യുണീക്ക് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള അധ്യാപകർ മാത്രം ഈ ഒരു കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. ഈ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ പുസ്തകം, ആ പുസ്തകം എഴുതിയതിന് മുൻപുള്ള നിസാർ ഇൽത്തുമിഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും അതിനുശേഷമുള്ള ഈ ഒരു വ്യക്തിയും തമ്മിൽ ഏത് രീതിയിലാണ് ആ ഒരു മാറ്റം? ഒരുപാട് മാറി. കാരണം അതുവരെ ഞാനൊരു അധ്യാപകൻ മാത്രമായിരുന്നു. പിന്നെ അതിന് കുറച്ചു മുമ്പ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് മാറി. പിന്നെ ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് മാറി. അപ്പോ എനിക്ക് ആക്ച്വലി ഞാൻ പണ്ട് മുതൽക്ക് ആഗ്രഹിച്ച ടൈറ്റിലാണ് റൈറ്റർ എന്നുള്ളത്. ഇൻഫ്ലുവൻസർ ഒന്നും എനിക്ക് ആവണ്ടായിരുന്നു. ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ അറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ടൈറ്റിൽ വന്നോടുകൂടി, അവാർഡ് വന്നോടുകൂടി നമുക്ക് കുറച്ചും കൂടി സൊസൈറ്റിയിൽ കുറച്ച് ആക്സെപ്റ്റൻസ് കിട്ടി. ആളുകൾ നമ്മുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഹാപ്പിനെസ് ആണ്, മൊത്തത്തിലൊരു സന്തോഷത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ അത് സാറിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാല്ലേ? കാരണം അതിന് രണ്ട് വശങ്ങൾ ഉണ്ടെങ്കിലും, ഇത് തെറി പറയാനാണെങ്കിലും നിസാർ ഇൽത്തുമിഷ് എന്നുള്ള പേരിലാണല്ലോ തെറി വരുന്നത്. അപ്പൊ ആ പേര് രജിസ്റ്റർ ആവുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഇറ്റ്സ് ഗുഡ്. നെഗറ്റിവിറ്റിയിലൂടെയും നമുക്ക് പോസിറ്റീവ്. ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിലും ചാനൽ നോക്കുകയാണെങ്കിലും നെഗറ്റിവിറ്റി ആണല്ലോ സെല്ല് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ അപ്പൊ അതിന്റെ അടിയിലൊക്കെ ആൾക്കാർ ചോദിക്കും, ഇയാളാരാ, ഇയാൾ എന്തിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്? പക്ഷെ അതിനൊക്കെ 10-15 മില്യൺ വ്യൂസ് ഉണ്ട്. എന്നിട്ട് അതിന്റെ അടിയിൽ ആൾക്കാർ ഇയാൾ എന്തിനാ ചോദിക്കുന്നത്. അതേസമയം ഒരു പ്രൊഫസറെയോ ഒരു സയന്റിസ്റ്റിനെയോ കൊണ്ടിരുത്തിയാൽ ആകെ 215 വ്യൂ ആ വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതാണ് ആ ഡിഫറൻസ്. ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഇതുപോലത്തെ ലൈറ്റ് ആൻഡ് കോമിക് ആയിട്ടുള്ള സാധനം മതി ആൾക്കാർക്ക്. അതാണ് ആ ഡിഫറൻസ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള. അതെ, അതാണ് അതിന്റെ ഡിഫറൻസ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, സാറിന്റെ ഈ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു വളർച്ചയിൽ സാറിന്റെ ഫാമിലി ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അതായത് തുടക്കത്തിലൊന്നും സപ്പോർട്ട് എന്നല്ല, അവർക്ക് അറിയില്ല. ആക്ച്വലി എന്റെ വീട്ടിൽ ആരും എഴുതുകയോ കലാപരമായിട്ടുള്ള ഇതുള്ള ആൾക്കാർ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ രാത്രി കുറച്ചു നേരം ഇതാകുമ്പോഴേക്ക് ലൈറ്റ് ഓഫ് ആക്കാൻ പറയും. അല്ല, ഞാൻ ഈ ചെയ്തത് എന്താന്നുള്ളത് എനിക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോ ആഫ്റ്റർ പിന്നെ ഈ ഒരു പുസ്തകം ഇറങ്ങി ആൾക്കാർ ശ്രദ്ധിച്ചു, അവാർഡ് വന്നു, അതിന് ശേഷം ഓക്കെ, അവരെ ഹാപ്പിയാണ്. ഞാൻ യാത്ര പോകുന്നതൊക്കെ എന്തിനാന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ മനസ്സിലായി ഞാൻ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നതും ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട്. ഞാൻ എന്റെ വൈഫിനോടടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ അറിയോ, ഇപ്പോ എല്ലാം പോസിറ്റീവാണ്. ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ സെൽഫി എടുക്കാൻ വരുന്നു, എഴുത്ത് ഇതൊക്കെ ആക്കുന്നു. അപ്പൊ അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു ഫെയിമിന്റെ ഒരു കഷ്ണം എല്ലാരും ആസ്വദിക്കുന്നുണ്ട്, അതിന്റെ മധുരം. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആസ്വദിക്കണം. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോ കയറിക്കൊണ്ടിരിക്കുക, നെക്സ്റ്റ് ഒരു ഇറക്കം വരും, അപ്പോഴും നിങ്ങള് ആ കയ്പ് കുടിക്കാനും നിങ്ങൾ ഉണ്ടാവണം. കാരണം സോഷ്യൽ മീഡിയ ആണ്, എപ്പോ വേണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ എന്നെ താഴോട്ടിടും. ഞാൻ ആ മൊമെന്റ് എപ്പോഴും വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു യൂ ടേൺ ഉണ്ടാവും, കയറ്റത്തിന് ഇറക്കം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നല്ലത് എന്ന് പറയുന്ന ആൾക്കാർ, അതേ ആൾക്കാർ തന്നെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വരുമ്പോൾ നമ്മളെ കൈ ഒഴിയും. അപ്പൊ ആ സമയത്തും ഈ ഒരു ഇതുണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും. പക്ഷേ സാറിന്റെ ആ ഒരു രീതി, ആ ഒരു യാത്ര ആ ഒരു രീതിയിലായതുകൊണ്ട് അങ്ങനെ ഒരു ഇറക്കം ഉണ്ടാവാനിടയില്ല എന്നാണ്. നമ്മളിപ്പോ പുസ്തകത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൊമ്മക്കയം എന്ന് പറയുന്ന ആ പുസ്തകത്തിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ടും കൂടി പറയാതെ ഈ ഒരു ഇന്റർവ്യൂ പൂർണ്ണമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ, അഗർത്ത, ദായമ്മക്ക, ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ എനിക്ക് വേണ്ടി എഴുതിയതാ. എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും എനിക്ക് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ കൊമ്മക്കയം ഞാൻ എഴുതിയത് എനിക്ക് വേണ്ടിയിട്ടല്ല. കാരണം ഞങ്ങളുടെ ഇതിൽ പറയുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, നിന്റെ യുവത്വം കൊണ്ട് നീ എന്ത് ചെയ്തു, സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ട് ഞാൻ കൈ പിടിക്കാൻ സാധനം ഈ കൊമ്മക്കയം എന്നുള്ളത്. കാരണം അത് ഞങ്ങളുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചുള്ള കഥയാണ്, റിയൽ സ്റ്റോറീസ് ആണ്. അത് അവരെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ആക്സിഡന്റ് സ്പോട്ടിലോ എന്തെങ്കിലും ഒരു ഫയർ ഇൻസിഡന്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓടി വന്നിട്ട് കൈമൈ മറന്ന് സഹായിക്കുന്ന മനുഷ്യന്മാര്.
അപ്പൊ അവരെ സമൂഹം റെസ്പെക്ട് ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. കാരണം ഈ ഒരു വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ പ്രളയം വരുന്ന സമയത്തൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ മനുഷ്യനെയും മൃഗങ്ങളെ ഒക്കെ രക്ഷിച്ചിട്ട് അവരിങ്ങനെ വിറച്ചിങ്ങനെ നിൽക്കുക ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും അവരുടെ അടുത്ത് പോയിട്ട് വരൂ കയറിയിരിക്കൂ, അതേസമയം ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ സാറിന് ഒരു കസേര ഇട്ട് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തോ ഒരു റെസ്പെക്ട് ആയിരിക്കും ചെയ്യുക. പക്ഷെ ഇത്രയും ലൈഫ് റിസ്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങിച്ചെന്ന ആ മനുഷ്യനൊരു ആൾ പോലും തിരിഞ്ഞു നോക്കൂല. അവൻ ആ ഇറച്ചി വെട്ടുകാരനെ എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ അവരെ സൊസൈറ്റി റെസ്പെക്ട് ചെയ്യണം. അവരാണ് റിയൽ ഹീറോസ്. ഈ രജനീകാന്തിന് വേണ്ടിയിട്ട് മറ്റവർക്ക് വേണ്ടിയിട്ട് പാലൊഴിക്കാൻ അമ്പലങ്ങളും കെട്ടുന്നതും പാലൊഴിക്കാൻ പോകുന്നതും ഈ ഫാൻസ് മീറ്റും അസോസിയേഷൻ എന്തൊക്കെ ഇതാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ അവരാരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത്? ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു സാധാരണ മനുഷ്യന്മാരാണ് അവര് ഒരിക്കൽ പോലും അറിയാത്ത ഈ നൗഷാദൊക്കെ മാൻഹോളില്, അതെ, ഒരിക്കൽ പോലും നമ്മളുടെ ആരും അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ സ്വന്തം ജീവിതം പോലും ഇല്ലാതാക്കുന്നത്. ഇവരില്ലെങ്കിൽ ലൈഫ് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. കേരളം ഇത്ര മനോഹരമായി നിൽക്കുന്നത് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഞാനത് നോർത്തിലൊക്കെ പോകുമ്പോൾ ശരിക്കും മനസ്സിലാക്കാം. ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അവിടെ ഇങ്ങനെ കിടക്കാന്നല്ല ഒരാൾ പോലും ഓടി വന്നിട്ട് എടുക്കാനോ രക്ഷിക്കാനോ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ കേരളത്തിന്റെ ഭംഗി, അവിടെയൊക്കെയാണ് ഭംഗി എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ എപ്പോ നോക്കിയാലും ലെഫ്റ്റ് റൈറ്റില് ഈ അടിയൊന്നും അല്ല. ഈ അടിക്കൊക്കെ ഒപ്പറ ഒരു സൗന്ദര്യം ഉണ്ട് കേരളത്തിന്. അത് പുറത്തുനിന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഈ കൊമ്മക്കയത്തിലെ ഈ സാധാരണക്കാര് ഏത് സാഹചര്യത്തിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാര്, അതും ഈ നമ്മുടെ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദയിലെ ആ ഡോം രാജ, വടക്കൻ കേരളത്തിലെത്തിയാല് തെയ്യം തിറ, ഈ മൂന്നിനെയും കണക്ട് ചെയ്യാൻ പറ്റില്ലേ? കാരണം ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം കഴിഞ്ഞാൽ അവർ മാറ്റി നിർത്തപ്പെടുക തന്നെയല്ലേ ചെയ്യുന്നത്? അതെ, അത് സെയിം ആണ്. അതായത് തെയ്യക്കോലം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂത്തോറിനെ ആർക്കും വേണ്ട. ഡോം അതുപോലെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഡോമിനെ ആർക്കും വേണ്ട. അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു അവസ്ഥ. അല്ലാത്ത ആ ഒരു മൊമെന്റ് വരെ അവർ കൈകൂപ്പി പഠിച്ചവനെ ഇവരാണ് ഞങ്ങൾ കൺകണ്ട ദൈവം എന്ന് പറഞ്ഞ മനുഷ്യന്മാർ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് റിയാലിറ്റി. അത് തന്നെയാണ്. ഈ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന് പറയുന്ന പുസ്തകം ഒരുപാട് പേരോടുള്ള നന്ദി സൂചകമായിട്ട് ഒരുപാട് പേരോടുള്ള നന്ദി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. അതേപോലെ ഈ ഒരു പുസ്തകം അഗർത്ത എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ആക്ച്വലി ഇതൊരൊറ്റ ആൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആ ആളുടെ പേര് റഫീഖ് എന്നാണ്. എന്റെ ക്ലോസ് ഫ്രണ്ടാ. എന്ന് വെച്ചാൽ റഫീഖിനായി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാല് 2004 ജാനുവരി 21 അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ്. +2 പഠിക്കുന്ന സമയത്ത് ഐ തിങ്ക് ഒരു തേഴ്സ്ഡേ ആയിരുന്നു അത്. ഞാനിങ്ങനെ ഒരു വൈകുന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി എൻ്റെ കുറേ ബുക്കുകളും കുറേ വസ്ത്രങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് പിറ്റേന്ന് നാട് വിട്ട് പോകാൻ പോവായിരുന്നു ഞാൻ. അപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരു 500 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ആ 500 രൂപയും പോക്കറ്റിലിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് റഫീഖ് ഇടവഴിയിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ച് എന്താ സുഖല്ലേ, നമുക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല നാളെ. അപ്പോൾ ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ നാട് വിട്ട് പോകാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ റഫീഖ് വെച്ച് എങ്ങോട്ട് വിചാരിച്ചാൽ പോകണത്? ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, ട്രെയിനിൽ കയറി ഇങ്ങോട്ടെങ്കിലും പോകാനാണ് വിചാരിക്കുന്നത്. പൈസ ഞാൻ പറഞ്ഞു അങ്ങനെ നാസിന്റെ പീടിയിൽ 500 രൂപ ആണോ, എന്നാ ഞാനും വരാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ഉറപ്പാണോ? കാരണം ഇത് തിരിച്ചു വരാനുള്ള യാത്ര ഒന്നല്ല, 20 വർഷമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അതിന് ശേഷം വരുള്ളൂ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് മതിയായിരുന്നു നമ്മൾ പോവാന്ന്. അപ്പോൾ ഒന്നും ഒരു ചോദ്യം പോലും ഇല്ലാതെ ഒരു നാട് വിടാൻ എൻ്റെ കൂടെ ഇറങ്ങി വന്ന പിറ്റേ ദിവസം ഞങ്ങൾ നാട് വിട്ടുപോയി. പിന്നെ 101 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അതൊക്കെ അതാണ് ആത്മാംശമുള്ളതാണ്. അപ്പൊ ഞാൻ +2 പരീക്ഷ എഴുതിയിട്ടില്ല, തോറ്റ ആളാണ്. ഞാനും അവനും പരീക്ഷ തോറ്റ ആളാണ്. കാരണം പരീക്ഷ എഴുതാതെയാണ് ഞങ്ങള് അത് കഴിഞ്ഞിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത്. അപ്പോ ഒന്നും ചോദിക്കാതെ, കാരണം നാട്ടിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇവരെന്തിനാ പോയത്? പഠിക്കാൻ 2 ആളും മിടുക്കന്മാരാണ്, ഫാമിലി നല്ല വെൽ സെറ്റിൽഡ് ആണ്, പിന്നെ എന്തിനായിരിക്കും ഇവർ യാത്ര പോയത് എന്നുള്ള ഭയങ്കര ചോദ്യങ്ങളും. വീട്ടുകാരൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ട്, കാരണം 2 കുട്ടികളല്ലേ പോയത്. അപ്പോൾ ആ നാട് മൊത്തം അന്വേഷണങ്ങളും പോലീസും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്ത് റഫീഖ് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ തമിഴ്നാട്ടില്, കർണാടകയില്, ആന്ധ്ര, ഒറീസ, റോഡ് സൈഡില് പട്ടിണി, ദാരിദ്ര്യം ഇതൊക്കെ കൂടി എന്നെ പരുവപ്പെടുത്താന്
ആ യാത്ര ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ യാത്രക്ക് എനിക്ക് കൂടെ നിന്ന് എന്റെ പ്രചോദനം നൽകി. എന്റെ ആദ്യ യാത്ര ഒക്കെ കൂട്ടുനിന്ന റഫീഖിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചോദ്യം കൂടി, ഇപ്പോ MT സാറിന്റെ കാര്യം എടുത്ത് നോക്കിയാ അത്രയും വലിയൊരു എഴുത്തുകാരനാണ്. ഇന്നും സാർ ഇപ്പോ ഈ ലോകത്തില്ലെങ്കിൽ കൂടിയും എഴുത്തിലൂടെ ഇനി ഈ ഒരു ലോകാവസാനം വരെ നിലനിൽക്കാനായിട്ടുള്ള അത്രയും സാഹിത്യ ലോകത്തേക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ സാറിന്റെ രണ്ടാമൂഴമായിക്കോട്ടെ, നാലുകെട്ടായിക്കോട്ടെ, ഈ പുസ്തകങ്ങളിലൊക്കെ സാറ് പിന്നെ ഒന്നുകൂടി റീഡ് ചെയ്യുമ്പോൾ അതിൽ തിരുത്തലുകളും വേണമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ സാഹചര്യത്തിൽ മഞ്ഞ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പുസ്തകം, അതില് ഇനി ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ തിരുത്തലുകളോ ഇല്ല, അത് കംപ്ലീറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ സാറിന്റെ പുസ്തകത്തിൽ സാർ ഇതേപോലെ തിരുത്തലുകളോ ഇനി അഥവാ കൂട്ടിച്ചേർക്കലുകളോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ബിഗിനറാണ്. നമ്മൾ എഴുതി വെച്ചത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇനിയൊരു ചാൻസും കൂടി കിട്ടിയിരുന്നെങ്കിൽ അതിലൊരു ചാപ്റ്റർ ഇങ്ങനെ ആക്കായിരുന്നു അങ്ങനെ ആക്കായിരുന്നു ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കൊമ്മക്കായ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ വലിയ തിരുത്തലുകളൊന്നും പിന്നെ ഞാൻ പോയിട്ടില്ല. അത് ജനിച്ചു കഴിഞ്ഞു, അതങ്ങനെ അതിന്റെ വിധി അങ്ങനെയാണെന്നുള്ള രീതിയിൽ അതങ്ങ് പോട്ടെ എന്നാ വിചാരിക്കും. ഇതിപ്പോ ഞാൻ നേരത്തെ ചോദിക്കാൻ വെച്ച ഒരു ചോദ്യം തന്നെയാണ്. അതായത് നമ്മളിപ്പം ഏതൊരു സാഹിത്യകാരനായാലും കവിതയായാലും കഥയായാലും എഴുതുമ്പോൾ അവരുടെ ആത്മാംശം അതിൽ കലർത്തും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന നമുക്കൊരു വീക്ക് പോയിന്റ് ഒക്കെ ഉണ്ടാവില്ലേ, മറ്റുള്ളവര് ഇത് ഞാനാണ് എന്ന് അറിയാൻ പാടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം അവർ ഏത് രീതിയിലായിരിക്കും ഇതിനെ സമീപിക്കുക നമുക്കറിയില്ല. ചിലപ്പോ വളരെ നെഗായിരിക്കും അവരുടെ മനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുക. സോ നമ്മൾ ഇതേപോലുള്ള നമ്മുടെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളിലേക്ക് കൊടുക്കും, ഈ ഒരു ക്യാരക്ടർ അവർക്ക് കൊടുക്കും ആ രീതിയിൽ. പക്ഷെ പലപ്പോഴും ഇല്ലേ, നമ്മളിപ്പോ ഇനി എത്ര പുസ്തകങ്ങൾ എഴുതിയാലും നമ്മുടെ ആത്മാംശം അതിലേക്ക് കലരും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും കലർന്നിട്ടുണ്ടോ? എല്ലാത്തിലും ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചതോ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള എലമെന്റ്സ് നമ്മൾ കൊടുക്കും. അത് ഏത് റൈറ്റർ ആണെങ്കിലും, കാരണം അയാളുടെ ഉള്ളിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. അപ്പോ അയാൾ കഥാപാത്രങ്ങളെ ശക്തി കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പാഷൻ, ഇപ്പൊ ഈ അബ്ദു അല്ലെങ്കിൽ മുനീർ, ഇവരിലൊക്കെ എന്റെ ഒരു ചെറിയൊരു എലമെന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആളുകളുടെ എലമെന്റ്സ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ തീർച്ചയായിട്ടും. അതായത് റഫീഖ് മാത്രമല്ല, പിന്നെയും കുറെ ആൾക്കാർ എന്റെ റൈറ്റിംഗിന്റെ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ കൂടെ നിന്നുള്ള ഒരു ഫെബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ എല്ലാ തെറ്റുകളും കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള അവളായിരുന്നു. അവൾക്കും അങ്ങനെ ഒരുപാട് പേർക്ക് ഞാനിങ്ങനെ അതിലും അവർക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലും ഞാൻ അവരൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. എല്ലാവർക്കും, കുടുംബത്തിനും ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സക്സസ്ഫുൾ ആവുമ്പം എന്നെ ചുറ്റി നിൽക്കുന്ന ആൾക്കാരെയും ഉയരാൻ എനിക്ക് പറ്റണം. അല്ലെങ്കിൽ എന്റെ സക്സസ് കൊണ്ട് അർത്ഥമില്ല. ഞാൻ വിജയിക്കുന്ന സമയത്ത് അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരും എന്റെ കൂടെ ഒരു പടി കൂടി റൈസ് ചെയ്യണം. ഞാൻ വളരുമ്പോൾ അവരും വളരണം. എന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ വളരണം. എന്റെ വീട്ടുകാരും സഹോദരങ്ങളും ഒക്കെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ സന്തോഷത്തോടൊപ്പം ഓരോ പടികൾ ഉയർന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല മനസ്സ്. നിസാർ ഇൽത്തുമിഷുമൊത്തുള്ള യാത്ര ഇവിടെ എങ്ങും അവസാനിക്കുന്നില്ല. കൂടുതൽ രസകരമായ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.